ചിലരൊക്കെ നമ്മുടെ കൂട്ടുകൂടുന്നത് നമ്മളിൽ നിന്നൊക്കെ ചിലതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ടാണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ കൈ ശൂന്യമായവരുടെ കൂടെയൊന്നും വലിയ അംഗബലങ്ങളൊന്നും ഉണ്ടാവില്ല. കൂട്ടുകൂടാൻ ആരും ഉണ്ടാവില്ല. വചനത്തിൽ ഇന്ന് ഈശോ ശിഷ്യന്മാരോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. അത്ഭുതങ്ങൾ തേടി നടന്ന ഈശോയുടെ കൂടെ ചില കാര്യങ്ങളൊക്കെ പ്രതീക്ഷിച്ച് വന്ന ജനക്കൂട്ടങ്ങൾ, വചനം കാര്യമായിട്ട് അവൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ചിലരൊക്കെ ഉപേക്ഷിച്ചു പോകുന്നു, ക്രിസ്തുവിനെ ഒറ്റയ്ക്കാക്കി പോകുന്നൊരവസ്ഥ. ഈ വചനം കഠിനമാണ്, ഇതെങ്ങനെ സ്വീകരിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുമെന്നുള്ളൊരു ചോദ്യത്തോടു കൂടെ ഈശോയെ വേണ്ടാന്ന് നോക്കിയാണ്. നോക്കിയാൽ കഠിനമാകുന്ന ഈ വചനങ്ങളെ എങ്ങനെ സ്വീകരിക്കാൻ സാധിക്കും, എങ്ങനെ ഈ വചനത്തോട് ചേർന്ന് നിൽക്കാൻ സാധിക്കും? അവിടെ ഈശോയിനെ ഉപേക്ഷിച്ചു പോകുന്ന ഒരുപാട് പേരെ സുവിശേഷത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നോക്കി സ്നേഹമുള്ളവരെ, വചനത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് ഇന്ന് പരിശ്രമിക്കാം. ഈശോ 12 പേരോട് ചോദിച്ചു, നിങ്ങളും പോകുന്നില്ല എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പത്രോസ്ലീഹ പറയുന്ന ഒരു മനോഹരമായിട്ടുള്ള മറുപടിയുണ്ട്, ഞങ്ങൾ എവിടേക്ക് പോകും? നിത്യജീവൻ്റെ വചസ്സുകൾ അങ്ങയുടെ പക്കലുണ്ടല്ലോ. തിരുവചനത്തിൻ്റെ ആഴവും അർത്ഥവും ഗ്രഹിക്കുന്നവർക്ക് മാത്രമാണ്, ഈശോയെ സ്നേഹിക്കുന്നവർക്ക് മാത്രമാണ് ഈശോയെ സ്വന്തമാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ സ്നേഹത്തിൻ്റെ തല നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിലാണ് സ്നേഹമുള്ളവരെ നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ വചനത്തിന് ഇടം കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈശോയെ സ്നേഹിക്കാൻ പഠിക്കണം. ഈശോയെ സ്നേഹിക്കുന്നവർക്കാണ് ഈശോയ്ക്ക് വേണ്ടി ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഈശോയെ സ്നേഹിച്ചുകൊണ്ട് ഈശോയുടെ വചനം ഹൃദയത്തിൽ ഏറ്റെടുത്തുകൊണ്ട് ജീവിക്കാനായിട്ട് ഇന്ന് പരിശ്രമിക്കാം. അത്ര എളുപ്പമല്ല എന്ന് നമുക്കറിയാം. വചനം പങ്കുവയ്ക്കുക, വചനത്തിന് വേണ്ടി ജീവിതം സമർപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ചും കൂടിയും വലിയ സഹനങ്ങളോടുകൂടി ചേർന്ന് നിൽക്കേണ്ട വലിയ മേഖലയാണ്. വചനത്തിന് വേണ്ടി ജീവിക്കുന്നവരൊക്കെ മുറിയപ്പെടും. വചനം ഹൃദയത്തിൽ ഏറ്റെടുക്കുന്നവരൊക്കെ വേദന അനുഭവിക്കപ്പെടും. ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടും വചനത്തിന് വേണ്ടി ജീവിക്കാനായിട്ട്, വചനം പങ്കുവെച്ച് ജീവിക്കാനായിട്ട്, വചനത്തിന് ജീവൻ നൽകാനായിട്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രാപ്തമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.